ഇത് ടോമിയാണ്. ടോമി നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അത് കഴിച്ചിട്ടുണ്ട്. അത് അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. ഈ ടോമി ഈജിപ്തിൽ നിന്ന് വന്നാണ്. അപ്പൊ ഈജിപ്തിൽ നിന്ന് വന്ന ടോമിക്ക് കുറച്ച് രസമുണ്ട്. അത്ര തന്നെ ആരും ഫീൽ ചെയ്യുന്നില്ല. ഈ ഈജിപ്തിനെ സംബന്ധിച്ചുള്ള മിസ്ർ വളരെ കാലം പഴക്കം മുമ്പ് തന്നെ ഫ്ലോറിഡ മാങ്ങകൾ കൊടുത്തിട്ട് കൾട്ടിവേറ്റ് കൃഷി ചെയ്യുന്നവരാ. ഫ്ലോറിഡ മാങ്ങ ഇവർക്ക് കുറെ അവരുടേതായിട്ട് ബ്രാൻഡ് ഉണ്ട്. പിന്നെ ഇത് അവരുടേതായിട്ടുള്ള കുറെ മാങ്ങകൾ അവിടെ നൗമി, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ശൈലി അതൊക്കെ അവർ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അവര് കാലാവസ്ഥക്ക് യോജിച്ചു. അപ്പൊ ഇത് ശുക്രി അത് മറ്റേ എന്താ പറയാ ഉപ്പിനൊക്കെ അതിജീവിക്കുന്ന റൂട്ട് സ്റ്റോക്ക്. ഇത് നമ്മുടെ തൊലി നമുക്ക് തൊലിയുടെ ഫ്ലേവർ കിട്ടും. ഇതിന്റെ തൊലിയോട് അടുപ്പിച്ചാണ് ടോമിക്ക് നല്ല ഫ്ലേവർ വരുന്നത് തന്നെ. നോക്കാം. അപ്പൊ ആരുണ്ട് ഇതിന്. ഇതൊരു കർപ്പൂരം ടേസ്റ്റ് വരുന്ന മാങ്ങയാണ്. അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും മുറിക്കുമ്പോഴേ ഞങ്ങൾ ഗുജറാത്തിൽ നിന്നും ഇന്ത്യയിൽ വളഞ്ഞ മാങ്ങ കഴിച്ചു നോക്കിയിരുന്നു. ഒരു 18 നമ്മൾ അബ്ദുഖാന്റെ വീട്ടിൽ ഞാൻ ഒരെണ്ണം കൊണ്ടുപോയിട്ട് അന്ന് അവിടെ കഴിച്ചപ്പോ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ. ഒരു ആവറേജ് ടേസ്റ്റ് മാങ്ങയാണ്. എന്തായാലും ഡോക്ടർ ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്. ഡോക്ടർ ആദ്യമായിട്ട് കഴിക്കുന്നത് എത്ര വരുന്നുണ്ട് നമുക്ക്? കഴിച്ചു നോക്കി. ഡോക്ടർ നോക്കി ഒന്ന് കഴിച്ചു. 17-18 ഉണ്ടാ? 18 ഏറ്റവും കൂടിയാലേ കിട്ടുള്ളൂ. 20 ഉണ്ട് ഇതിന്. 20 ഉണ്ട്. ഇതാ മണ്ണിന്റെ പ്രദേശം. പ്രത്യേകത നമ്മൾ ഘടകമായിട്ട് കാണുമല്ലോ. സ്വീറ്റ് ആണല്ലേ? ഞാൻ മുറിച്ചായിരുന്നു. കഴിക്കാൻ എളുപ്പമുണ്ടാവുന്ന ടോമിക്ക് ആദ്യമായിട്ടാണ് 20 കിട്ടുന്നത് കാണുന്നത്. ആ മണ്ണിന്റെ സ്വാഭാവികമായിട്ടും മണ്ണിന്റെ അഡ്വാൻറ്റേജ് കഴിച്ചു നോക്കാം നമ്മള്. നല്ല സ്മെല് കിട്ടാ. സാധാരണ ടോമിക്കൊക്കെ ഒരു ബാഡ് സ്മെല്ലും ആയിട്ടല്ലേ, ഇത് നല്ലൊരു സ്മെല്ലില്ലേ ഇല്ലേ? ടോമി ഞാൻ മരത്തുനിന്ന് വളഞ്ഞത് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് കഴിച്ചത്. ഭയങ്കര നല്ല സുഗന്ധമുള്ളമാണ് മരത്തുനിന്ന് വളഞ്ഞ. അതേസമയം ഈ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന തമ്മിൽ നമ്മളെ ഈജിപ്തിന്റെ അത് തീരെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ അഷ്റഫൊക്കെ പറയും അത് കഴിച്ചിട്ട് ടേസ്റ്റ് ഇല്ല. ടോമിയുടെ പ്രശ്നം നാര്. പക്ഷെ രസമുണ്ട്. നമുക്ക് ഇന്ത്യക്കാർക്ക് പ്രശ്നമില്ല. ഐ മീൻ കേരളക്കാർക്ക് പ്രശ്നമില്ല. അമേരിക്കക്കാരും നമ്മുടെ ഇതിന്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ടോ? നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. കർപ്പൂരം ടോമി കർപ്പൂര. പക്ഷെ ഇതിന് ഒരു ചെറിയൊരു സിട്രസ് നേച്ചർ കയറി വരുന്നുണ്ട്. നമ്മളെ സാൾട്ടി പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. മണ്ണിന്റെ ചക്രത്തിന്റെ ഒരു ഫീൽ വരുന്നുണ്ട്. അത് കർപ്പൂരം. അതുകൊണ്ടാണോ അല്ലേ കർപ്പൂരത്തിന്റെ ഒരു ചെറിയ സോൾട്ടിനെസ് വരുന്നുണ്ട്. പക്ഷെ വല്ലാതെ അങ്ങനത്തെ എഴുതി തള്ളാൻ. പക്ഷെ ഈ സോൾട്ടിനെസ് ഇതിന്റെ ടോമിയിൽ വരുന്നതല്ല കേട്ടോ. ഇതൊരു പക്ഷെ ഈജിപ്ത് മണ്ണിന്റെ ഗുണമായിരിക്കും. മണ്ണിന്റെ ഗുണമായിരിക്കും. ടോമിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ 1 മാസം 2 മാസം ഒക്കെ ആദ്യം ഇരിക്കും. എന്നാലും ഒരാളെടുത്ത് എറിയത്. അതാണ് അതിന്റെ. ഞാൻ ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന ടോമി ഇപ്പോഴും വീട്ടിൽ കിടക്കുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യം പോയി നല്ലതായിരിക്കും. അപ്പൊ പക്ഷെ കർപ്പൂരം ടേസ്റ്റ് ഉള്ള ഒരു ആവറേജ് മാംഗോ ടോമി. പക്ഷെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി ചെയ്യുന്നവർക്ക് പറ്റും. കൃഷി മീൻസ് ആകർഷണീയമായ കളറാണ് ഏത് മാങ്ങയെയും മാർക്കറ്റ് ചെയ്യുന്നത്. കാരണം കളർ ഇത് നമുക്ക് ഇപ്പൊ വിദേശ മാർക്കറ്റിലും ഇതിന്റെ ഒന്നും ഫ്ലേവർ നോക്കിയിട്ടല്ല ആളുകൾ എടുക്കുന്നത്. ആ കളർ നോക്കിയിട്ടാ മനസ്സിലാ, ഭംഗി നോക്കിയിട്ട്. ഇപ്പൊ നമ്മൾ ഈ മാങ്ങക്ക് വെച്ചാൽ ആദ്യം ഏതാ വേണ്ട വെച്ചാൽ എല്ലാവരും ടോമി എടുക്കുള്ളൂ. അതാണ് ഇത്. തൊലി അടുപ്പിട്ട് അത് തൊലിയോടെ കഴിക്കുന്നോണ്ട് ആ ഞെട്ടി ഭാഗം എന്തായാലും ഉണ്ടാവും. ഇത് തൊലി അടക്കം കഴിക്കട്ടോ. തൊലി കഴിക്കാം. മറ്റേ ടോമി കഴിക്കാൻ പറ്റില്ല. തൊലി കഴിക്കാൻ പറ്റും. ഇത് നമ്മുടെ ചെറിയൊരു കോമാങ്ങയുടെ ഒക്കെ ഒരു കോട്ടുകോണത്തിന്റെ ഒക്കെ ഒരു ഫീല് വരുന്നില്ല. തൊലി അടക്കം കഴിച്ചു നോക്കിയാൽ മസേ അല്ലേ? കറക്റ്റ് അല്ലേ? നമുക്കിത് മനസ്സിലാക്കാന്ന് വെച്ചാൽ മാങ്ങയ്ക്ക് പ്രദേശം, മണ്ണ്, കാലാവസ്ഥ അത് മുഖ്യ ഘടകമാണ്. അതാണ് നമുക്ക് ഈ മാങ്ങകൾ മൊത്തത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെയൊക്കെ ഈ മഴ കൂടുതലുള്ള കാലാവസ്ഥയിൽ
ഈ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഇനങ്ങൾ നടുമ്പോൾ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മളിവിടെ നടാൻ വാട്ടർ കണ്ടന്റ് ഇതൊക്കെ നാശമാവും. നാശിതാവും. അത് നമുക്ക് പക്ഷെ നാശമായി പോയി നമ്മുടെ ഈജിപ്തിന്റെ ഡ്രൈ മണ്ണില് അങ്ങനെ ക്വാളിറ്റിയാണ്. ഇവിടെ ബേജാറാണ്. പക്ഷെ പിന്നെ കളക്ഷൻ ചെയ്യുന്നവർക്ക് കളക്ഷൻ ചെയ്യുന്നവർക്ക് പിന്നെ ചെയ്യാം. കൂടുതൽ പിന്നെ മധുരം ഒന്ന് 20 കിട്ടുന്നുണ്ടല്ലോ. ഇതൊക്കെ ആന്ധ്രാപ്രദേശ് ആ റീജിയനിലൊക്കെ ഇതേ ക്വാളിറ്റി ഓർ ഇതിനേക്കാളും ക്വാളിറ്റി ഒക്കെ അവിടെ വരും. പക്ഷെ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ചെയ്യാം, ആ പരിപാടിക്ക് പറ്റും. വിദേശ മാർക്കറ്റിൽ വിലയുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. സാധാരണക്കാരി ഗുജറാത്ത് എങ്ങനെയാണ് ഏകദേശം ഇതിന് ചെറിയൊരു സോൾട്ടി ഫീൽ വരുന്നുണ്ട് ഡോക്ടർ. ബാക്കിയൊക്കെ സെയിമാ, ബാക്കിയെല്ലാം സെയിമാ. പക്ഷെ അന്ന് അവിടെ കഴിച്ചതിനും അത് മരത്തുനിന്ന് പഴുത്തതായതുകൊണ്ട് നല്ല സുഗന്ധം. ഇതിന് ആരോമ മീൻസ് ഫ്ലഷിനല്ല, മാങ്ങയ്ക്ക്, പഴുത്ത മാങ്ങക്ക് പുറത്ത് അങ്ങനെ നല്ല സ്മെല്ലുണ്ട്. ഇതിന് നമുക്ക് പ്രത്യേകിച്ച് സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഒരു കർപ്പൂരം ഫ്ലേവറൊക്കെ ഉള്ള നമ്മുടെ ഈ തിരുവനന്തപുരക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും അല്ലേ? തീർച്ചയായിട്ടും. തിരുവനന്തപുരം അവരെ കോട്ടുകോണത്തിന്റെ ഒക്കെ ഒരു ഫ്ലേവർ വല്ലാതെ അവഗണിക്കാൻ പറ്റില്ല. വല്ലാതെ മോശം ഇപ്പൊ 10ാം സ്ഥാനത്തൊന്നും കയറാനും പറ്റില്ല. പോയിട്ട് ഇതിന് 100 കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇറ്റ്സ് കൊമേഴ്ഷ്യൽ ക്വാളിറ്റി. അതാണ് നോക്കുന്നത്. കൊമേഴ്ഷ്യൽ ക്വാളിറ്റിയിൽ ഒരു 10 വരും. അതിന്റെ ഷെൽഫ് ലൈഫും ഭംഗിയും കാരണം. അതാണ് ടേസ്റ്റ് വൈസ് ഓക്കെ, ഒരു ആവറേജ് നമുക്ക് കൺസിഡർ ചെയ്യാം. മധുരവും ഇപ്പൊ ഇത് ഒരു 20 ബ്രിക്സ് ഒക്കെ 20 അക്സെപ്റ്റഡ് ആണ്. ഗുജറാത്തിന്റെ എത്ര ബ്രിക്സ് നോക്കി അവിടെ? 18 ഉണ്ട്. അപ്പൊ ഏകദേശം പിടിച്ചിട്ടുണ്ട്. അത് ചെറിയ മാങ്ങയായിരുന്നു. ഒരു മൂത്ത കൊണ്ടുവന്നിട്ട് അതും കൂടെ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. ഇതൊക്കെ കളർ നല്ല സൂപ്പർ കളർ, അടിപൊളി കളർ വരുന്നുണ്ട് ടോമി. ഇതൊക്കെയാണ് ടോമിയെ കുറിച്ചിട്ട്. ഓക്കെ, ബൈ.